നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ആഞ്ഞടിക്കുന്ന ഭീമൻ കൊടുങ്കാറ്റ് ഇപ്പോൾ അമേരിക്കയെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കും. വളരെ ബുദ്ധിമുട്ടുകയാണ് അവിടെയുള്ള ജനങ്ങൾ. ഇപ്പോഴും മുന്നറിയിപ്പുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും അതിശക്തമായിട്ടുള്ള ശൈത്യ കൊടുങ്കാറ്റ് അവിടെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല മേഖലകളിലും വൈദ്യുതി തടസ്സമടക്കം അനുഭവപ്പെടുന്നുണ്ട്. പല മേഖലകളിലും അപകടം നിറഞ്ഞ നിലയിലാണ് അവിടെ വഴികളും അതുപോലെ തന്നെ അന്തരീക്ഷം നിലനിൽക്കുന്നത്. അമേരിക്കയുടെ വടക്ക് കിഴക്കേ മേഖലകൾ അതിശക്തമായ ശീത കൊടുങ്കാറ്റിന്റെ പിടിയിലാണ് ഇപ്പോൾ. റെക്കോർഡ് മഞ്ഞുവീഴ്ച ഉണ്ടാക്കിയ ശീത കൊടുങ്കാറ്റ് നഗരമേഖലകളെ അടക്കം സാരമായി ബാധിച്ചതോടെ പല സുപ്രധാന പ്രദേശങ്ങളും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ച അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കൊടുങ്കാറ്റിന്റെ വ്യാപ്തി അത്രത്തോളം വലുതായതിനാൽ കാറ്റിന്റെ ശക്തി കുറഞ്ഞാലും യാത്ര, വൈദ്യുതി വിതരണം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ ദിവസങ്ങളോളം തടസ്സപ്പെടുമെന്നാണ് വിലയിരുത്തൽ. 7 സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ശൈത്യകാല കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൂടുതൽ ദൂരത്തേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തതോടെ ബോംബ് ചുഴലിക്കാറ്റ് കുറഞ്ഞത് 2 മരണങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇതുവരെയായിട്ടും 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന റദ്ദാക്കലുകളുടെയും അടച്ചുപൂട്ടലുകളുടെയും അലയൊലികൾ ഈ മേഖലയെ ഇനിയും ദിവസങ്ങളോളം കുഴപ്പത്തിലാക്കിയേക്കും. കൊടുങ്കാറ്റിന്റെ ഭീഷണി മാറിയാലും സാധാരണഗതിയിലേക്ക് അവിടുത്തെ അന്തരീക്ഷം എത്താനായിട്ട് ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ. കഴിഞ്ഞ ദിവസം 2000-ലധികം US വിമാനങ്ങളാണ് റദ്ദാക്കിയത്. അവയിൽ ഭൂരിഭാഗവും ശൈത്യകാല കൊടുങ്കാറ്റ് ബാധിച്ച വിമാനത്താവളങ്ങളിലേക്കും പുറത്തേക്കുമുള്ളതാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ആ സാഹചര്യത്തിൽ അവിടെ നിന്ന് വിമാനം ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഏകദേശം ഇത്രയധികം വിമാനങ്ങൾ അവിടെ റദ്ദാക്കിയിരിക്കുന്നത്. വിർജീനിയ മുതൽ മസാച്യുസെറ്റ്സ് വരെയുള്ള മേഖലയിലെ പ്രധാന നഗരങ്ങളെ തീവ്രമായ കൊടുങ്കാറ്റിന്റെ ഫലമായുള്ള ഐസ് മൂടുമെന്നതിനാൽ 40 ദശലക്ഷത്തിലധികം ആളുകൾക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ്. യാത്രാ നിരോധനം ഏർപ്പെടുത്തുകയും സ്കൂളുകൾ അടച്ചിടുകയും ഗതാഗത സേവനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ന്യൂയോർക്ക് നഗരത്തിലെ സെൻട്രൽ പാർക്കിൽ ഞായറാഴ്ചയ്ക്കും തിങ്കളാഴ്ചയ്ക്കും ഇടയിൽ ഏകദേശം 50 സെന്റിമീറ്റർ കനത്തിലാണ് അവിടെ മഞ്ഞ് വീണിരിക്കുന്നത്. നാഷണൽ വെതർ സർവീസസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോങ് ഐലാൻഡിന്റെ ചില ഭാഗങ്ങളിലും 22 ഇഞ്ചിന് മുകളിൽ കനത്തിലാണ് മഞ്ഞ് വീണിരിക്കുന്നത്. കാലാവസ്ഥാ സാഹചര്യം അടിയന്തരമായതിനാൽ 10,000-ന് മുകളിൽ വിമാനങ്ങളാണ് റദ്ദ് ചെയ്യപ്പെട്ടത്. മഞ്ഞുവീഴ്ചയെ തുടർന്ന് ന്യൂജേഴ്സിയിൽ മാത്രം ഏകദേശം 90,000 വീടുകളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടത്. ഡെലവെയർ, മേരിലാൻഡ്, വിർജീനിയ എന്നിവിടങ്ങളിലും 10,000-കണക്കിന് വീടുകളിലാണ് വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുന്നത്. യുഎസിനെ ആകെ നടുക്കിയ കാറ്റിനെ ബോംബ് ചുഴലിക്കാറ്റ് അഥവാ ബോംബ് സൈക്ലോൺ എന്നാണ് ഗവേഷകർ വിശേഷിപ്പിക്കുന്നത്. ഒരു കൊടുങ്കാറ്റിന്റെ കേന്ദ്രമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് 24 മില്ലിബാർ കുറയുമ്പോഴാണ് ബോംബ് സൈക്ലോൺ രൂപപ്പെടുന്നത്. മർദ്ദം വേഗത്തിൽ കുറയും തോറും കൊടുങ്കാറ്റ് കൂടുതൽ അക്രമാസക്തമാകും. ഇപ്പോൾ അമേരിക്ക സാക്ഷ്യം വഹിച്ചത് ഒരു സാധാരണ ശൈത്യകാല പ്രതിഭാസത്തിനല്ലെന്നും മറിച്ച് ശീത കൊടുങ്കാറ്റ് അപൂർവവും ശക്തവുമായ അന്തരീക്ഷ വ്യതിയാനത്തിന്റെ ഫലമായിരുന്നുവെന്നും കാലാവസ്ഥാ ഗവേഷകരും പറയുന്നുണ്ട്. ഈ കൊടുങ്കാറ്റിനെ രൂക്ഷമാക്കിയ ഘടകങ്ങളിൽ ഒന്ന് കാനഡയിൽ നിന്ന് ഉത്ഭവിച്ച് അമേരിക്കയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് കുതിച്ചു നീങ്ങിയ ആർട്ടിക് വായുവാണ്. കൊടുങ്കാറ്റ് എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ തണുത്ത വായു വലിയ അളവിൽ എത്തിയതോടെയാണ് ഇത് താപനില ഫ്രീസിംഗ് ലെവലിനേക്കാൾ വളരെ താഴെയാക്കിയത്. കൊടുങ്കാറ്റിനൊപ്പം പെയ്ത മഴ മഞ്ഞായി മാറുകയും കൂടുതൽ അളവിൽ ഐസ് രൂപപ്പെടുകയും ചെയ്തതും ഇതേ കാരണത്താലാണ്. അതേസമയം കൊടുങ്കാറ്റിന്റെ തീവ്രത വർദ്ധിക്കാൻ മറ്റൊരു ഘടകം കൂടി കാരണമായിട്ടുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ ഒരു ന്യൂനമർദ്ദ സംവിധാനം രൂപപ്പെട്ടിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും വലിയ അളവിൽ ഈർപ്പം അന്തരീക്ഷത്തിലേക്ക് എത്തിയതോടെ ഇത് കൊടുങ്കാറ്റിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയായിരുന്നു. ചൂടും ഈർപ്പവും അടങ്ങിയ വായു തണുത്ത ആർട്ടിക് വായുവുമായി കൂടി കലർന്നതോടെ മഞ്ഞുവീഴ്ച കൂടുതൽ ശക്തമാവുകയും ചെയ്തു. അതുപോലെ തിങ്കളാഴ്ച പകൽ സമയത്തും തീരദേശ വെള്ളപ്പൊക്ക ഭീഷണി ഇതിനകം തന്നെ ഉയർന്നിരുന്നു. എന്നാൽ പുലർച്ചെ ഉയർന്ന വേലിയേറ്റം വടക്ക് കിഴക്കൻ തീരത്തെ ചില നിരീക്ഷണ സ്ഥലങ്ങളെ പ്രവർത്തന ഘട്ടത്തിലേക്കോ ചെറിയ വെള്ളപ്പൊക്ക ഘട്ടത്തിലേക്കോ തള്ളിവിടുമെന്നും നാഷണൽ വാട്ടർ പ്രഡിക്ഷൻ സർവീസ് പറയുന്നു.
സാധ്യമാകുന്നിടത്തോളം യാത്ര ഒഴിവാക്കണമെന്നും പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ കൂടുതൽ സമയം ചിലവഴിക്കണമെന്നും ശ്രദ്ധയോടെ യാത്ര ചെയ്യണമെന്നും ഉദ്യോഗസ്ഥർ ഇപ്പോഴും ശുപാർശ ചെയ്യുന്നു. മസാച്യുസെറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. 2,82,000-ലധികം ഉപഭോക്താക്കൾ വൈദ്യുതി ഇല്ലാതെ തുടരുന്നു. 2,50,000-ലധികം ഉപഭോക്താക്കൾ വൈദ്യുതി ഇല്ലാതെയും ബുദ്ധിമുട്ടുന്നു. ഹെർണാണ്ടോയുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളുടെയും പകുതിയോളം ഇത് മൂലമാണ്. ഏകദേശം 93,000 തടസ്സങ്ങളുമായി ന്യൂജേഴ്സി തൊട്ടു പിന്നിലുണ്ട്. ഡെലവെയർ, റോഡ് ഐലൻഡ്, ന്യൂയോർക്ക്, മാരിലാൻഡ് നഗരങ്ങളൊക്കെ തന്നെ ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ന്യൂയോർക്ക് നഗരത്തിനായുള്ള ഹിമപാത മുന്നറിയിപ്പുകൾ കാലഹരണപ്പെട്ടു. പക്ഷേ മഞ്ഞുവീഴ്ചയിൽ നിന്ന് കരകയറാൻ പ്രദേശത്തിന് കുറച്ച് സമയമെടുക്കും. ഭാഗികമായി മഞ്ഞുരുകുകയും വീണ്ടും മരവിപ്പിക്കുകയും ചെയ്യുന്നത് റോഡുകളിൽ മഞ്ഞു മൂടിയതിലേക്ക് നയിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ യാത്ര ബുദ്ധിമുട്ടായിരിക്കും. ന്യൂജേഴ്സിയിൽ കനത്ത ദൂരത്തോളം നീണ്ടുകിടക്കുന്ന കനത്ത മഞ്ഞിനടിയിൽ കാറുകളുടെ നിരകൾ കുടുങ്ങിക്കിടക്കുന്നു. ഇത് പല നിവാസികൾക്കും ഇനിയും ഒരു നീണ്ട കുഴിക്കൽ ദൗത്യം മുന്നിലുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനലിന് പുറത്തുള്ള നടപ്പാതകൾ വൃത്തിയാക്കാൻ ചൂലുകളും കലപ്പകളും ഉപയോഗിച്ച് ആയുധധാരികളായ ജീവനക്കാർ പ്രവർത്തിക്കുന്നതിന്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. നാളെ നഗരം വീണ്ടും തുറക്കാൻ പോകുന്നു. അതേസമയം മസാച്യുസെറ്റ്സിൽ കനത്ത മഞ്ഞുവീഴ്ചയുടെ ഭാരം മരങ്ങൾ കടപുഴകി വീണിരിക്കുകയാണ്. റോഡുകളിൽ ഗുരുതരമായ അപകടങ്ങൾ സൃഷ്ടിക്കുകയും അപകടകരമായ യാത്രാ സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ബോംബോജെനിസിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു ബോംബ് സൈക്ലോൺ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്ഫോടനാത്മകമായ തീവ്രത വർദ്ധിക്കുന്ന ഒരു കൊടുങ്കാറ്റാണിത്. ഒരു കൊടുങ്കാറ്റിന്റെ കേന്ദ്രവായു മർദ്ദം 24 മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് 24 മില്ലിബാർ കുറയുമ്പോൾ അതിനെ ഒരു ബോംബ് സൈക്ലോൺ എന്ന് തരംതിരിക്കുന്നു. മർദ്ദം വേഗത്തിൽ കുറയുമ്പോൾ കൊടുങ്കാറ്റ് ശക്തമാകും. ലളിതമായി പറഞ്ഞാൽ ഇതൊരു ശൈത്യകാല ചുഴലിക്കാറ്റ് പോലെയാണ്. കാനഡയിൽ നിന്ന് തെക്കോട്ട് നീങ്ങുന്ന തണുത്ത ആർട്ടിക് വായു അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലുള്ള ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായു തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ പ്രത്യേക കൊടുങ്കാറ്റിന് കാരണമായത്. വേഗത്തിൽ കറങ്ങുന്ന ഒരു ന്യൂനമർദ്ദ സംവിധാനം തണുത്ത ആർട്ടിക് വായുവിനെ വലിച്ചെടുക്കുകയും ഹിമപാതത്തിന് സമാനമായ കാറ്റ് സൃഷ്ടിക്കുകയും നഗര സംവിധാനങ്ങൾ നേരിടാൻ പാടുപെടുന്ന തരത്തിൽ മഞ്ഞ് വീഴ്ത്തുകയും ചെയ്യുന്നു.